ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്കാണ്. ഷുഗർ കട്ട്. നമ്മൾ ലൈഫിൽ ഒരു 10 പേരെടുത്തു കഴിഞ്ഞാൽ അതിലൊരു 8 പേരെങ്കിലും ഷുഗർ കട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളവരും അതിലൊരു 5 ആൾക്കാർ അതിൽ ഫെയിലായവരും ആയിരിക്കും. അപ്പോൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നവർ വളരെ ചുരുക്കമായിരിക്കും. ഈവൻ എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്തറിയാം, ഈ ഷുഗർ എന്ന് പറയുന്നത് ഹെൽത്തിന് വളരെ ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അറിയാം. ഈ നാച്ചുറൽ ആയിട്ടുള്ള ഷുഗറാണ് നമുക്ക് ഫ്രൂട്ട്സിൽ നിന്നൊക്കെ കിട്ടുന്നത്. അതൊക്കെ കൺസ്യൂം ചെയ്യുന്നതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേങ്കിൽ ഈ ആഡഡ് ഷുഗേഴ്സ് ഒരു ലിമിറ്റിനപ്പുറം ലിമിറ്റിനെന്നല്ല, നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് ഫിസിക്കലി മാത്രമല്ല, നമുക്ക് മെന്റലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. അമിതമായി നമ്മൾ വണ്ണം വെക്കുക, അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട്സ് വരിക, സ്കിന്നിലാണെന്നുണ്ടെങ്കിൽ ഡൾനെസ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്നതായിരിക്കും. ഇതേപോലെ തന്നെ എന്തുണ്ട്, മെന്റലി നമ്മളെ ബാധിക്കുന്നുണ്ട് ഈ ഷുഗർ കാരണം. അതാണ് ഓവറായിട്ട് നമ്മൾ ആങ്സൈറ്റി, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണം. ഈവൻ തോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഒരു ക്ഷീണം, തളർച്ച അനുഭവപ്പെടുക. ചിലർക്ക് ഉണ്ടാവും മധുരമുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മത്ത് പിടിക്കുന്ന ഒരവസ്ഥ. അതായത് ഇത് വളരെ ഫറ്റീഗിന് കാരണമാകുന്ന ഒന്നാണ് ഈ ഷുഗർ കൺസ്യൂം ചെയ്യുക എന്ന് പറയുന്നത്. ഈ ഷുഗർ കൺസ്യൂമേഷനിൽ തന്നെ ഒരുപാട് മിത്തുകളുണ്ട്. നമ്മൾ കാലങ്ങളായിട്ട് വിശ്വസിച്ച് പോരുന്ന ചില മിത്തുകളുണ്ട്. ഈവൻ തോ നമുക്കറിയാം ഇത് ബാഡാണ് ഹെൽത്തിന് എന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ന്യായീകരിക്കാറുണ്ട്. അങ്ങനെ നമ്മളിൽ ഭൂരിഭാഗം പേരും ഇപ്പോഴും ശരിയാണെന്ന് വിശ്വസിക്കുന്ന ചില മിത്തുകളും അതിന്റെ റിയാലിറ്റി എന്താന്നുള്ളതും എക്സ്പോസ് ചെയ്യാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് മിത്ത് എന്ന് പറയുന്നത് നാച്ചുറൽ ഷുഗേഴ്സ് ഹെൽത്തി ആണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയുന്നതാണ് ഷുഗർ കട്ടാണ്, പക്ഷെ നമുക്ക് ജാഗരി കൺസ്യൂം ചെയ്യാം, അതുപോലെ തന്നെ ഹണി നല്ലതാണെന്ന്. ആക്ച്വലി ഇത് ഒരു മിത്താണ്. അതായത് ഈ ഹണിയും അതുപോലെ ജാഗരി ശർക്കര ഒക്കെ യൂസ് ചെയ്യുന്നത് ഷുഗറിനേക്കാൾ, ആഡഡ് ഷുഗർ, വൈറ്റ് ഷുഗറിനേക്കാളും നല്ലതാണ് എന്നേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് നോട്ട് ഹെൽത്തി. അത് ഹെൽത്തി ആണ് എന്നല്ല അതിന്റെ അർത്ഥം. ആഡഡ് ഷുഗറിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഡിഫക്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഈ ഹണി അല്ലെങ്കിൽ ജാഗരി കൺസ്യൂം ചെയ്യുമ്പോൾ കുറവായിരിക്കും. അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഹണിയും ജാഗരിയും എപ്പോഴും ബെസ്റ്റ് ഓപ്ഷൻ ആണ് എന്നുള്ളതല്ല. നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് സജസ്റ്റ് ചെയ്യുന്നത് എന്ത്, ഹണി ആഡ് ചെയ്തോളൂ എന്ന്. അപ്പൊ ഷുഗർ കട്ട് ആയിട്ടുള്ള ഒരാളെ നമ്മൾ ഷുഗർ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ, നിങ്ങൾ എന്ത് ചെയ്യുക, ഹണി ആഡ് ചെയ്തോളൂ, ഹണി കൺസ്യൂം ചെയ്തോളൂ എന്ന് പറയുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് ആണ്. അതിന്റെ അർത്ഥം അത് ഹെൽത്തി ആണ് എന്നല്ല, ബട്ട് അതിന്റെ ലെസ് ഇമ്പാക്ട് എന്തായിരിക്കും, ലെസ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് നോട്ട് ഹെൽത്തി. അതാണ് ഫസ്റ്റ് മിത്ത്. ഇനി സെക്കൻഡ് മിത്താണ് ഡാർക്ക് ചോക്ലേറ്റ് ഇസ് ഷുഗർ ഫ്രീ എന്നുള്ളത്. നമ്മൾ പറയും ചോക്ലേറ്റ്സ് കൺസ്യൂം ചെയ്യാറില്ല, ഷുഗർ കട്ടാണെന്ന്. പക്ഷെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാണ്. ഇതിന് നമ്മൾ ന്യായീകരിക്കാനായിട്ട് പറയുന്ന കാര്യം, ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ തന്നെ അറിയാം നല്ല കയ്പാണ്, അതിലുള്ള ഷുഗറിന്റെ കണ്ടന്റ് കുറവായതുകൊണ്ടാണ് അതിൽ കയ്പുള്ളത്. ഓക്കെ, അത് കറക്റ്റ് തന്നെയാണ്. ഷുഗറിന്റെ കണ്ടന്റ് കുറവായതുകൊണ്ടാണ്. ഓക്കെ, കുറവായതുകൊണ്ട്. അപ്പൊ നമ്മൾ ഷുഗർ കട്ട് ചെയ്യുന്ന ഒരാളാണ്, കംപ്ലീറ്റ്ലി ഷുഗർ കട്ട്, ആഡഡ് ഷുഗേഴ്സ് കട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഷുഗർ തന്നെയാണ്. അതിൽ കൊക്കോന്റെ അളവ് കൂടുതലായിരിക്കും എന്നുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഡാർക്ക് ചോക്ലേറ്റ്സ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് 70% കൂടുതൽ കൊക്കോ അടങ്ങിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റിലും അതുപോലെ തന്നെ ആഡഡ് ഷുഗേഴ്സ് കുറവാന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഡാർക്ക് ചോക്ലേറ്റ്സ് ആണ് എന്ന് വെച്ചാൽ അതിൽ ഷുഗർ കണ്ടന്റ് കുറവായിരിക്കണം എന്നില്ല. ഓക്കെ, 70% മോർ കൊക്കോ എന്ന് പറയുമ്പോൾ നന്നായിട്ട് കയ്പായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ചോക്ലേറ്റ്സ് ആണ് ബെറ്റർ. പിന്നെ ഒന്നാണ് ഷുഗർ ഗിവ്സ് യു എനർജി. അത് അധികം ആരും പറഞ്ഞു കേൾക്കാറില്ല, എന്നാലും പറയാറുള്ള ഒരു കാര്യമാണ് ഷുഗർ ഗിവ്സ് യു എനർജി എന്നുള്ളത്. ആക്ച്വലി അതൊരു ഫാക്ട് തന്നെയാണ്. ഷുഗർ നമുക്ക് എനർജി തരുന്നുണ്ട്, പക്ഷെ ആ എനർജി പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പോകുന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ കൂടുതൽ എനർജി കിട്ടുന്നത് പ്രോട്ടീൻസും അതുപോലെ കുറച്ച് ഗുഡ് ഫാറ്റ്സ് ഒക്കെ കൺസ്യൂം ചെയ്യുമ്പോൾ മാത്രമാണ്. പിന്നെ നമ്മൾ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, ഷുഗർ കട്ട് ആയിരിക്കെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഓപ്റ്റ് ചെയ്യുന്നത് ഈ പാക്കേജ്ഡ് ആയിട്ടുള്ള സിറൽസ് ആയിരിക്കും. ഇപ്പൊ കോൺഫ്ലേക്സ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ സിറൽസ് അടങ്ങിയിട്ടുള്ളത്, അതായിരിക്കും കൺസ്യൂം ചെയ്യാം. അപ്പൊ നമ്മൾ കഴിക്കുന്ന അതിലിപ്പോ ഇവിടെ ഷുഗർ, അത് ഞാൻ ഉപ്പിട്ടിട്ട് എനിക്ക് കുടിക്കാം, അല്ലെങ്കിൽ ഷുഗറോ സോൾട്ടോ ഒന്നും ഇല്ലാതെ തന്നെ കൺസ്യൂം ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള പാക്കേജ്ഡ് ആയിട്ടുള്ള സിറൽസിന്റെ അകത്ത്
പ്രിസർവേറ്റീവ് ആയിട്ട് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമ്മളെ ടേസ്റ്റ് റിസപ്റ്റേഴ്സിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ പ്രിസർവേറ്റീവ് പർപ്പസിനായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഷുഗർ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെയും നമ്മൾ അറിയാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഷുഗർ കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളതിൽ നമ്മൾ ഷുഗർ ഉണ്ടെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. അതാണ് നമുക്ക് ഒട്ടും ചിന്തിക്കുന്നില്ലല്ലോ. ഓക്കെ, ഇതിൽ ഞാനായിട്ട് ഷുഗർ ആഡ് ചെയ്യാതിരുന്നാൽ മതിയല്ലോ, സിറൽസ് അല്ലേ എന്നായിരിക്കും. പക്ഷെ അതിലും ഷുഗർ കണ്ടന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മളൊരു പീസ് ഓഫ് ബ്രെഡ് എടുത്തെന്ന് വരിക, ആ ബ്രെഡിൽ പോലും എന്തുണ്ട്, ഷുഗർ കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഷുഗർ കട്ട് ചെയ്യാന്ന് പറയുമ്പം നമ്മൾ സ്ട്രിക്റ്റ്ലി ആണോ ആ സാധനം ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് സ്വയം ഒന്ന് ചിന്തിക്കാം. അപ്പം ഞാനടക്കം അങ്ങനെ ഷുഗർ കട്ട് ചെയ്യാറുണ്ട്, ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇത്ര മൈന്യൂട്ടായിട്ട് ചെയ്യാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഡെയിലി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒറ്റയടിക്ക് ഷുഗർ കട്ടാണെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം അങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ബോഡിയിൽ ഒരു നിശ്ചിത ക്വാണ്ടിറ്റിയിൽ എന്താവശ്യമുണ്ട്, ഷുഗർ ആവശ്യമുണ്ട്. അത് ആഡഡ് ഷുഗർ അല്ല, നാച്ചുറൽ ഷുഗറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതാണ് നമുക്ക് ഈ ഫ്രൂട്ട്സിൽ നിന്നൊക്കെ കിട്ടുന്നത്. ഓക്കെ, ഷുഗർ കട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒറ്റയടിക്ക് നമുക്ക് എല്ലാം കൂടെ അങ്ങോട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റൂല എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അത് ആക്സെപ്റ്റ് ചെയ്യാം. നിങ്ങൾ അങ്ങനെ ഒരു ഷുഗർ കട്ട് പ്ലാൻ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഫോൾട്ടായിട്ടൊന്നും കരുതരുത്. കാരണം ഇപ്പം നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന ഒരുപാട് ഭക്ഷണങ്ങളിൽ ഷുഗർ ഉണ്ട്. അപ്പം അതെല്ലാം അങ്ങോട്ട് ഒറ്റയടിക്ക് നിർത്താന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എടുക്കുക. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നുണ്ടാവാം സ്വീറ്റ്സ് കട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും. വിസിബിളി നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, മുട്ടായികൾ, കേക്ക്സ്, ഓവർ ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ്, അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം അതിൽ ഷുഗർ ഉണ്ടെന്ന്. അത് നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതിൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് കൊണ്ടുവരിക. കുറച്ചുകൂടി ഷുഗർ കണ്ടന്റ് ഉണ്ടെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരിക. ബ്രെഡ്, വീണ്ടും ബിസ്ക്കറ്റ്സ്, ബാക്കി എല്ലാ ബിസ്ക്കറ്റ്സും ചെക്ക് ചെയ്യാം. പിന്നെ അതേപോലെ ഡാർക്ക് ചോക്ലേറ്റ്സ് ആണ് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ കൊക്കോ കണ്ടന്റ് നോക്കിയിട്ട് കൺസ്യൂം ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഷുഗർ കട്ട് ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒറ്റയടിക്ക് ഷുഗർ കട്ടാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റൂല. അപ്പം അങ്ങനെ വിഷമിച്ചിരിക്കുന്നവർ വിഷമിച്ചിരിക്കേണ്ട, കാരണം ഇറ്റ്സ് നോർമൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഷുഗർ കട്ട് ഡയറ്റ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് റിയാലിറ്റീസ്. അപ്പൊ മിത്സ് എക്സ്പോസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഒരു ദിവസം ഇപ്പം ചായ കുടിക്കുന്നില്ല എന്നുള്ളത് വെച്ചിട്ട് അവിടെ നമ്മൾ ഷുഗർ കഴിക്കുന്നില്ല എന്നല്ല, വേറെ പല രീതിയിലും നമ്മൾ ഷുഗർ കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് ഐറ്റംസ് ഞാൻ ഇപ്പം ഇതിൽ പറഞ്ഞു, ആ ഐറ്റംസിലൊക്കെ ഷുഗർ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളൊരു പ്രോപ്പർ ഷുഗർ കട്ട് ഡയറ്റാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ചെറിയ സ്റ്റെപ്പ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ നല്ല ഇമ്പ്രൂവ്മെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, ബോഡിയിൽ ഇമ്പ്രൂവ്മെന്റ്സ് കാണട്ടെ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.